കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു. വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ സമ്മേളനം മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. മലയോര മേഖലയായ വള്ളരിക്കുണ്ടിൽ പുതിയ എക്സൈസ് റേഞ്ച് ഓഫീസ് സ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ അതിർത്തി മേഖലയിലെ ലഹരികടത്തും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനായി മഞ്ചേശ്വരത്ത് പുതിയ എക്സൈസ് സർക്കിൾ ഓഫീസ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിലെ സജീഷ് നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് പണിയെടുക്കുന്നവർ വലിയ പ്രതിഷേധത്തിലും അതുപോലെ തന്നെ ഒരു അസംതൃപ്തിയിലുമാണ്. അതിനൊരു കാരണം നമ്മുടെ രാജ്യത്ത് സംഘടിത തൊഴിൽ മേഖല കുറഞ്ഞു വരികയും അസംഘടിതരുടെ മേഖലയായി തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വസ്തുതയാണ്. രാജ്യത്ത് തൊഴിൽ മേഖലയിൽ 7% മാത്രമാണ് സംഘടിത മേഖലയിലുള്ളത്. 93% അസംഘടിത മേഖലയിലാണ് എന്നുള്ളതാണ് കണക്ക്. അതിനേക്കാൾ ഗൗരവമായ ഒരു വിഷയം, രാജ്യത്ത് പണിയെടുക്കുന്നവർക്ക് സംഘടിക്കാനും കൂട്ടായി വിലപേശാനും ഒക്കെ അവകാശം നൽകിയ ട്രേഡ് യൂണിയൻ ആക്ട്, ഞാനൊരു വേറെ രീതിയിൽ പറയുന്നത്, ട്രേഡ് യൂണിയൻ ആക്ട് 1926 വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 26 എന്ന് പറഞ്ഞാൽ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന കാലമാണ്. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി നിഷാദ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറിമാരായ എം അനിൽകുമാർ, സി ബൈജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി പ്രശാന്ത്, പി സുരേഷ് എന്നിവരും സംസാരിച്ചു. ജീവനക്കാരുടെ മക്കളിൽ ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ സമ്മേളന വേദിയിൽ അനുമോദിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ ഷിജു നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി പി ഗോവിന്ദൻ നമ്പൂതിരിയെയും സെക്രട്ടറിയായി കെ നൌഷാദിനെയും ട്രഷററായി TV സജിത്തിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.